ബാബ വാങ്കയുടെ പ്രവചനം ഇന്നും ലോകം ഉറ്റുനോക്കുകയാണ്. ഇപ്പോഴിത് സിറിയയെക്കുറിച്ച് വാങ്ക നടത്തിയ ഒരു പ്രവചനമാണ് ചർച്ചയാകുന്നത്. അതാണ് ബാഷൽ അൽ ആസദിന്റെ ഭരണത്തിന് സംഭവിച്ച പതനം. സിറിയയുടെ പതനത്തിന് ശേഷം ലോകം ഭയാനകരമായിരിക്കുമെന്നും നിരവധി കാര്യങ്ങൾ സംഭവിക്കാനിരിക്കുന്നുവെന്നുമാണ് വാങ്ക പ്രവചിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ യുദ്ധം ആരംഭിക്കുമെന്നാണ് അവർ നടത്തിയ ഒരു പ്രവചനം. കിഴക്കൻ മേഖല സംഘർഷഭരിതമായ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് നീങ്ങുമെന്നും വാങ്കെ പ്രവചിക്കുന്നുണ്ട്. യുദ്ധത്തിനൊടുവിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പതനവും സംഭവിക്കുമെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ സംഘർഷം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മൂന്നാം ലോക മഹായുദ്ധത്തിന് സമാനമായ സ്ഥിതി വിശേഷം ഉണ്ടാകുമെന്ന് വാങ്കയുടെ പ്രവചനം ചർച്ചയാകുന്നത്. വാങ്കെ പലപ്പോഴായി പ്രവചിച്ച കാര്യങ്ങൾ ജോലിക്കാർ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് അനുയായികൾ പറയുന്നത്. 51-ാം നൂറ്റാണ്ട് വരെയുള്ള കാര്യങ്ങളാണ് വാങ്ക പ്രവചിച്ചിട്ടുള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇതാണ് ഓരോ വർഷവും വാങ്കയുടെ പ്രവചനങ്ങളായി പുറത്തു വരാറുള്ളതും. 5079 നടക്കാനിരിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് വാങ്കയുടെ അവസാന പ്രവചനമായി പറയുന്നത്. ഇതോടെ ലോകം അവസാനിക്കുമെന്നാണ് വാങ്കയുടെ അനുയായികളും കരുതപ്പെടുന്നത്. അതേസമയം ലക്ഷക്കണക്കിന് മലയാളികളുള്ള യൂറോപ്പിൽ ഒരു മഹാ ഏറ്റുമുട്ടൽ വരുന്നുണ്ട്. 2025 യൂറോപ്പിൽ വിനാശകരമായ ഒരു സംഘടന നടക്കുമെന്ന് വിശ്വവിഖ്യാതരായ ഭാവി പ്രവാചകയായ ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു. ബാബ വാങ്കെ 2025 യൂറോപ്പിൽ ഒരു വിനാശകരമായ യുദ്ധം നടക്കുമെന്നാണ് പ്രവചിച്ചിരുന്നത്. ഇതിൽ വ്യാപകമായ നാശവും ഗണ്യമായ ആൾനാശവും ഉണ്ടാകുമെന്നും പ്രവചിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ 2 വിപ്ലവകരമായ സംഭവ വികാസങ്ങൾ കൂടി 2025 നടക്കുമെന്നും അവർ പ്രവചിച്ചിരുന്നു. അതിലൊന്ന് അന്യഗ്രഹ ജീവികളും മനുഷ്യരും തമ്മിലുള്ള കണ്ടുമുട്ടലായിരുന്നു. ടെലിപ്പതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഭവ വികാസവുമാണ്. ഇതിന് സമാനമായ രീതിയിൽ നൊസ്ട്രാഡാമസും 2025 യൂറോപ്പിന് ഭയാനകരമായ ഭാവിയായിരിക്കുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രവചനങ്ങളിൽ ഭൂഖണ്ഡത്തെ വിഴുങ്ങുന്ന ക്രൂരമായ യുദ്ധങ്ങളെക്കുറിച്ചും പ്ലേഗിന്റെ പുനരുജ്ജീവനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. 2025 കുറിച്ച് നടത്തിയ സമാനമായ പ്രവചനങ്ങളിലൂടെ നൊസ്ട്രാഡാമസും ബാബ വാങ്കയും വീണ്ടും വാർത്തകളിൽ നിറയുകയായിരുന്നു. അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരിക, വ്ളാഡിമിർ പുടിനെ വധിക്കാനുള്ള ശ്രമം, തീവ്രവാദി ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരവധി സമാനമായ പ്രവചനങ്ങൾ ഇരുവരും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് ശരിയാകുമോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതാ ഇപ്പോൾ മറുപടി വന്നിരിക്കുകയാണ്. അമേരിക്കയിലെ വേൾഡ് ടവർ സെന്റർ ആക്രമണം, ഡയാന രാജകുമാരിയുടെ മരണം, ചോർണോവൽ ദുരന്തം, ബ്രെക്സിറ്റ് തുടങ്ങിയ പ്രധാന ലോക സംഭവങ്ങൾ മുൻകൂട്ടി നൊസ്ട്രാഡാമസ് പ്രവചിച്ചിരുന്നു. നൊസ്ട്രാഡാമസ് എന്നറിയപ്പെടുന്ന പുരാതന ഫ്രഞ്ച് ജ്യോതിഷിയായ മിഷേൽ ദി നൊസ്ട്രാമസും കൃത്യമായ പ്രവചനങ്ങൾ നടത്തുന്നതിൽ പ്രശസ്തനായിരുന്നു. ഇസ്രയേലിന് തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ബാബ വാങ്കയുടെ പ്രവചനം വൈറലായി മാറിയതും. അതാണ് ശ്രദ്ധേയമായ ഒരു വസ്തുത. 2025 യൂറോപ്പിൽ അടക്കം നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ബാബ വാങ്കെ ഇതിനൊപ്പം പ്രവചിക്കുന്നതും. 2025 ലോക അവസാനത്തിന്റെ തുടക്കമാണ് പ്രവചനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമെന്ന് പറയുന്നതും. യൂറോപ്പിലെ ആകെ അടുത്ത വർഷം സംഘർഷങ്ങൾ വ്യാപിക്കും, അതിലൂടെ ജനസംഖ്യ തന്നെ കുറയുമെന്നും ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു. അതേസമയം ലോക അവസാനം ആരംഭിക്കുമെങ്കിലും 2025 മനുഷ്യർ പൂർണ്ണമായും ഇല്ലാതാവില്ല. അതിന് നൂറ്റാണ്ടുകൾ ഏറെ തന്നെ പിടിക്കും. 5079 ആയിരിക്കും മനുഷ്യരാശിയുടെ അന്തിമമെന്നും ബാബ വാങ്കെ പ്രവചിച്ചിരുന്നു. എന്നാൽ അതിനുള്ള ഒരുപാട് ദുരന്തങ്ങൾ ഭൂമി സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും യൂറോപ്പിലേക്ക് സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുമെന്നും 2043 യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാകുമെന്നും 2076 കമ്മ്യൂണിസ്റ്റ് ഭരണം തിരിച്ചെത്തുമെന്നും 5079 ലോകാവസാനം സംഭവിക്കുന്നതെന്നും ബാബ വാങ്കെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ 2-ാം ലോക മഹായുദ്ധം, സോവിയറ്റ് യൂണിയന്റെ തകർച്ച, അതേപോലെ തന്നെ സ്റ്റാലിന്റെ മരണം, സെപ്റ്റംബർ 11 ഭീകരാക്രമണം, 2004 സുനാമി, 1985 ഉത്തര ബാർഗേറിയയിൽ ഉണ്ടായ ശക്തമായ ഭൂകമ്പം എന്നിവ ബാബ വാങ്കെ പ്രവചിച്ച് യാഥാർത്ഥ്യമാക്കിയവയാണ്. അതുകൊണ്ട് തന്നെ 2025 പ്രവചനങ്ങൾ സംഭവിക്കാൻ സാധ്യത ഏറെയാണെന്നാണ് ബാബ വാങ്കയുടെ ആരാധകരും അവകാശപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.